ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് ഉണ്ടാക്കിയ നെറേറ്റീവ്, ആ നെറേറ്റീവ് ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. ആ ഭരണഘടന എന്ന് പറഞ്ഞാൽ വെറുതെ ആ പോക്കറ്റ് ബുക്ക് എടുത്ത് മേളിലേക്ക് കാണിച്ചതല്ല, മറിച്ച് 2 വർഷമായിട്ട് ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ അനീതി, ആ അനീതി മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവിടെ വർഗീയമായി വിഭജിക്കുന്ന BJPയുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ എല്ലാവർക്കും നീതി എന്നുള്ളത്, അത് എക്കണോമിക് നീതി, അതുപോലെ തന്നെ സാമൂഹികമായ നീതി, സാമ്പത്തികമായ നീതി, സാമൂഹികമായ നീതി, രാഷ്ട്രീയമായ നീതി, ഈ 3 നീതിയും മുന്നിൽ വെച്ചുകൊണ്ടാണ് 2 യാത്രകൾ കടന്നുപോയത്. ആ 2 യാത്രയിൽ പ്രചരിപ്പിച്ചത് മുഴുവൻ ഈ സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രവും ഈ തെരഞ്ഞെടുപ്പിലുള്ള നറേറ്റീവുമായിരുന്നു. അത് ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഭരണഘടന സംരക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് എത്രമാത്രമാണ് BJPയെ ഉലച്ചത് എന്നുള്ളത് ഇന്നലെ നടന്ന ഈ പ്രഖ്യാപനത്തോടെ മനസ്സിലാവും. ഇത്ര വലിയൊരു പരാജയം നേരിട്ടതിനു ശേഷം BJPക്ക് ഭരണഘടന ഉയർത്തിപ്പിടിച്ച പ്രതിരോധത്തെ മറികടക്കാൻ, അരുൺകുമാർ എന്നോട് ചോദിച്ചല്ലോ, ഞങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നുണ്ട്. BJPക്ക് ആ പ്രതിരോധത്തെ മറികടക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇനി നോക്കൂ, സാങ്കേതികമായി നോക്കൂ, എമർജൻസി, അടിയന്തരാവസ്ഥ നമ്മൾ വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, അതിൽ തെറ്റ് സംഭവിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തന്നെ 1978 യവത്മാൽ വെച്ച് അടിയന്തരാവസ്ഥയിൽ സംഭവിച്ച കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്നുള്ളത് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അവർ തന്നെയാണ് ആ അടിയന്തരാവസ്ഥ പിൻവലിച്ചതും. പക്ഷെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഭരണഘടനയുടെ തന്നെ 352-ാം വകുപ്പിലൂടെയാണ്. അതല്ലാതെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ടല്ല, ഭരണഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. മറ്റ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, സൈനിക കൂവാണ്, മിലിറ്ററി കൂവിലൂടെയാണ് ഭരണങ്ങളെ അട്ടിമറിക്കുന്നത്, ഭരണഘടനയെ അട്ടിമറിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഉപയോഗിച്ചത് ഭരണഘടനയുടെ തന്നെ ഒരു പ്രൊവിഷനാണ്. അത് ഉപയോഗിക്കണമായിരുന്നോ എന്നുള്ളത്, പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ ആ ഒരു ആർട്ടിക്കിളിനെ ഉപയോഗിച്ചത് ഒരു സർക്കാരാണ്. സർക്കാർ എന്ന് പറയുന്നത് തുടർച്ചയാണ്. 1950 മുതൽ ഇന്ന് ഇവിടെ വരെ, ഈ 2024 വരെ നിൽക്കുന്ന സർക്കാരുകൾ തുടർച്ചയാണ്. ഒരു സർക്കാരിന്റെ തീരുമാനത്തെ മറ്റൊരു സർക്കാർ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നാളെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, സാമ്പത്തിക അടിയന്തരാവസ്ഥയായിരുന്ന നോട്ട് നിരോധനത്തെ, ആ നോട്ട് നിരോധനം പ്രഖ്യാപിച്ച നവംബർ 8-നെ ഞങ്ങൾ മറ്റൊരു ദിനമായിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ഒരു പേര് വെച്ചുകൊണ്ട് ആ ദിനത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിജീവിക ഹത്യാ ദിവസം എന്ന് ആചരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. നവംബർ 8-ാം തീയതി 2016 ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിജീവിക ഹത്യാ ദിവസമായി ആചരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല, അരുണ് അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എനിക്ക് സംശയമുണ്ട്. ഞാൻ പറയുന്നത് ഒരു BJP പ്രഖ്യാപിച്ചോട്ടെ. അല്ലല്ല, അരുൺ അതിന്റെ വ്യത്യാസം മനസ്സിലാവാഞ്ഞിട്ടാണോ? ഞാൻ പറയുന്നത് സർക്കാരിനെ കുറിച്ചാണ്. ഒരു സർക്കാർ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ സർക്കാർ ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ 352 ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയതാണ്. ഭരണഘടനയ്ക്ക് പുറത്തുനിന്നുമല്ല എമർജൻസി ഉണ്ടാക്കിയത്, അതൊരു സൈനികമായിട്ടുള്ള പിടിച്ചടക്കലായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഭരണഘടനയെ ഉള്ളിൽ നിന്ന് കഴുത്തിരിക്കുകയല്ലേ ഈ മോദി സർക്കാരും ചെയ്യുന്നതെന്നല്ലേ നിങ്ങളുടെ വാദം? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയെ ദുരുപയോഗം ചെയ്യുന്നത്, ജുഡീഷ്യറി ദുരുപയോഗം ചെയ്യുന്നത്, ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതല്ലേ നിങ്ങളുടെ വാദം? അതും ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു എന്നല്ലേ BJPയുടെയും വാദം? അപ്പോൾ ആ അർത്ഥത്തിൽ അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേ കാര്യമാണ്. അരുൺ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് ഒന്നും ഞാൻ കടന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, മുൻ സർക്കാരുകൾ ചെയ്ത ഒരു തീരുമാനത്തെ തെറ്റോ ശരിയോ, തെറ്റായിട്ടുള്ള തീരുമാനത്തെ ആ സർക്കാർ തുടർച്ചയാണ്. ആ സർക്കാരിനെതിരെ ആചരിക്കുന്ന ഒരു ദിവസമായിട്ട് സർക്കാർ തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. BJPക്ക് പ്രഖ്യാപിക്കാം. BJP പറയുകയാണ്, ഞങ്ങൾ ഇനി മുതൽ BJP പാർട്ടി ജൂൺ 26 ഞങ്ങൾ ഭരണഘടന ഹത്യാ ദിവസമായിട്ട് ഞങ്ങൾ ആചരിക്കാൻ പോകുന്നു BJP പറഞ്ഞാൽ അതിനെ രാഷ്ട്രീയമായി എതിർക്കാം. ഞാൻ ചോദിക്കുന്നത്, ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ഈ BJP ഇന്ന് ഭരണഘടനയും അല്ലെങ്കിൽ ഈ സർക്കാരിനെ തന്നെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ വേണ്ടി ആയുധമാക്കി മാറ്റുന്നത്. നിങ്ങൾ BJP തുറന്നു വരൂ, അടിയന്തരാവസ്ഥയെ കുറിച്ച് നമുക്ക് ചർച്ച നടത്താം.
എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ ഉണ്ടായി, അടിയന്തരാവസ്ഥ എങ്ങനെ പിൻവലിക്കപ്പെട്ടു, അടിയന്തരാവസ്ഥയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ആർഗ്യുമെന്റ് മാത്രം നമ്മൾ ആദ്യ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് എടുക്കുന്നു രാജീവ് പി നായർ. അതായത് ഒരു സർക്കാർ ഭരണഘടനാപരമായി ഏർപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ നീക്കത്തെ തുടർന്നു വരുന്ന ഒരു സർക്കാർ കളിയാക്കിക്കൊണ്ടോ ഇകഴ്ത്തിക്കൊണ്ടോ അതിനെ വിമർശിച്ചുകൊണ്ടോ ഒരു ദിനം ആചരിക്കുന്നത് ശരിയല്ല എന്നാണ് രാജീവ് പി നായരുടെ ആർഗ്യുമെന്റ്. ശരി.